മിക്കവർക്കും സൺഡേ എന്ന് പറയുന്നത് എന്തെങ്കിലും പ്ലാനൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കും. എന്നെ സംബന്ധിച്ച് സൺഡേ എന്ന് പറയുന്നത് ഒരു പ്ലാനും ഇല്ല. ഉറക്കത്തിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നൊരു ദിവസമാണ്. സാറ്റർഡേ ഈവനിങ് തന്നെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഗ്രോസറി ഒക്കെ വാങ്ങിച്ചു വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിലിം കാണാനുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നല്ലോണം ഫുഡ് കഴിക്കുക. ഇതൊക്കെയാണ് സാറ്റർഡേ ഈവനിങ് എൻ്റെ പരിപാടി. ഏകദേശം അത് 2-3 മണി വരെ രാത്രി പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ എണീക്കുന്നത്, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ എണീക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം ഒരു 1-2 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ആയിരിക്കും. പിന്നെ പോയി നല്ലൊരു കുളി അങ്ങ് പാസ്സാക്കും. കാരണം ഇത്രയും നേരം കിടന്നുറങ്ങിയതിൻ്റെ ആ ചടപ്പൊന്ന് മാറണമെങ്കിൽ നല്ല രീതിയിൽ തലയിൽ വെള്ളം വീഴണം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി നല്ലോണം വന്നു തുടങ്ങിയായിരുന്നു. വീട്ടിലാണെങ്കിൽ നമ്മൾ കുളിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഫുഡ് അവിടെ കാണും. ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. തലേന്ന് ഞാൻ പിന്നെ പോയി ഇടിയപ്പത്തിൻ്റെ ഒരു പാക്കറ്റ് ഒരു ദോശമാവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇടിയപ്പവും കിഴങ്ങേറിയും ആക്കാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പം തന്നെ ഏകദേശം മണി 4 വീട്ടിലുണ്ടായിരുന്ന സമയത്ത് കുക്കിംഗ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് എനിക്ക് കൈവയ്ക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞങ്ങൾ റെഡിയായി ചെല്ലുമ്പോഴത്തേക്കും അമ്മമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്, നീയൊക്കെ ഒറ്റയ്ക്കാവുമ്പോഴേ നിങ്ങളിതൊക്കെ പഠിക്കൂ. അപ്പം ഞങ്ങളും പറയും സിറ്റുവേഷൻ വന്നാൽ ചെയ്യും. അന്ന് ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങൾ ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരും നിൽക്കയില്ലെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യും. കഥ പറഞ്ഞ് എൻ്റെ കിഴങ്ങേറിയ ഒരു സൈഡായി. നമുക്കിനി ഇടിയപ്പം ഉണ്ടാക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയിട്ട് വരുന്നതാണിത്. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് മാത്രം എടുത്താൽ മതി. അപ്പം അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്നലെ വാങ്ങിച്ച ദോശമാവ് പാത്രത്തിലാക്കാം. ഞാൻ അതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കുമായിരുന്നു. മേ ബി അത് ഫ്രിഡ്ജിൽ 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കവർ പൊങ്ങും മാവ് ചീത്തയായിട്ട്. അപ്പം ഞാൻ കവറിൽ നിന്നത് പാത്രത്തിലേക്ക് എപ്പോഴും ഒഴിച്ചു വെക്കാറാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല. നല്ലോണം എനിക്ക് വിശക്കണുണ്ട്. പിന്നെ അതെല്ലാം പാത്രത്തിലാക്കി ഞാൻ റൂമിൽ ഇരുന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. പുറത്ത് ഈ സമയത്ത് നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പോയി ഇരിക്കാറില്ല. വൈകിട്ടൊക്കെ ആകുമ്പോൾ പോയിരിക്കും. പിന്നെ എന്തെങ്കിലും സിനിമ കണ്ടുകൊണ്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ പിന്നെ നമ്മുടെ ചോട്ടാ മുംബൈയാണല്ലോ ഹിറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്കും അത് കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ബാൽക്കണി പോയിരുന്നു. ഈ ടൈമിലാണ് പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.